ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്ന് അമ്പലത്തിൽ വരെ പോവുകയാണ്. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കീഴൂർ ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ രാത്രി എന്ത് അമ്പലത്തിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? ഉത്സവമൊക്കെ അടുത്ത് വരികയാണ്. ഇപ്പോൾ അവിടെ നിറമാലയുണ്ട്. 7 മണിക്കാണ് നിറമാല സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് കാണാൻ പോവുകയാണ്. ഇത് ആറാട്ട് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവിടുത്തെ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചൊവ്വവയലാണ്. ഇവിടെയാണ് ആറാട്ടിൻ്റെ റൈഡും ചന്തയും ഒക്കെ ഉള്ളത്. അപ്പം നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. നിറമാല 7 മണിക്ക് തുടങ്ങും. അമ്പലത്തിന്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ആദ്യം ഒന്ന് തൊഴുതിട്ട് അതിനുശേഷം നിറമാലയൊക്കെ കാണാം. അപ്പം നമ്മുടെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. നിറമാല ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ടൊന്ന് കാണാം. നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും ഇല്ലാലോ എന്ന്. ഇത് എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. ഇപ്പം വൃശ്ചികം 1 മുതലുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള മിനിയേച്ചിനെ കണ്ട് മിനിയേച്ചിനോട് കുറച്ച് സംസാരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. പറഞ്ഞ പോലെ വൃശ്ചികം 1-ാം തീയതി തുടങ്ങി ഉത്സവം വരെ ഉണ്ട്. ഉത്സവം കഴിയുന്ന അന്ന് വരെ നിറമാല ഉണ്ട്. അപ്പം എല്ലാ ദിവസവും ഉള്ളതുകൊണ്ടാണ് ആളിങ്ങനെ കുറവ്. നിക്കൂസ് ആണെങ്കിൽ അവിടെ ഇരിക്കാനൊന്നും റെഡി അല്ല കേട്ടോ. അവനിങ്ങനെ നടന്ന് ഓടിക്കളിക്കാണ്. വിശാലമായിട്ടുള്ള മുറ്റമൊക്കെ കണ്ടപ്പോൾ അവൻ ഓടിക്കളിക്കാനാണ്. അപ്പോൾ ഇത് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. നിറമാല ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുക കേട്ടോ. നിറമല കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ച് സമയം കൂടി ഉണ്ടാവും. അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇവിടെ നമ്മുടെ ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഉത്സവത്തിൻ്റെ ഓരോ ദിവസം എന്തൊക്കെ പരിപാടികളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ബോർഡ് കണ്ടാൽ. അപ്പോൾ കീഴൂർ ആറാട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഉത്സവമാണ് കേട്ടോ. ഡിസംബർ 10 മുതൽ 15-ാം തീയതി വരെയാണ് ഈ ഉത്സവം. 10-ന് കൊടിയേറ്റും, 15-ാം തീയതിയാണ് വെടിക്കെട്ടൊക്കെ ഉണ്ടാകും. വെടിക്കെട്ടിനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരും കേട്ടോ. അപ്പം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഉത്സവം കഴിഞ്ഞാലും ചന്തയും റൈഡൊക്കെ ഉണ്ടാവും. ഏകദേശം പിന്നെ ഒരു മാസത്തോളം അതുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്.